നമ്മളിപ്പം ചെറിയൊരു സ്ഥലത്തോട്ട് പോവാണ്. ഒരുപാട് ആൾക്കാർ പോയ സ്ഥലമാണ്. ഞാൻ ഇച്ചിരി ലേറ്റാണ് പോകുന്നത്. പക്ഷെ എന്തായാലും നമ്മളവിടെ കവർ ചെയ്യണം. സ്ഥലത്തിൻ്റെ പേര് നെല്ലിത്തടായി. അതെ, നെല്ലിത്തടായി, അതാണ് സ്ഥലത്തിൻ്റെ പേര്. തടായി ഗ്രൗണ്ട് എന്നൊക്കെ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ കിട്ടും. സമയം 1:30 അടുത്തായിട്ടുണ്ട്. 1:30 എന്ന് പറയുമ്പം എല്ലാവരും മനസ്സിലും വെയിലും ചുട്ടുകൊള്ളുന്ന വെയിലൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. പക്ഷേ അത്ര വെയിലൊന്നുമില്ല, കുഴപ്പമില്ലാതെ അങ്ങ് പോവാം. എന്താ പറയുക, നല്ലൊരു ഒരു ലെയർ ഓഫ് മേഘം വെയിലിൻ്റെ താഴെ ഉണ്ടെന്നൊക്കെ പറയാം. വീട്ടിൽ നിന്ന് ആക്ച്വലി 30 കിലോമീറ്റർ ഉള്ള സ്ഥലം. എന്തായാലും ഞാൻ പയ്യെയാണ് പോകുന്നത്. കാരണം നമുക്കൊരു 2:30-2:45 ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. ഒരു വൈകുന്നേരം പിടിക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ. കാരണം വൈകുന്നേരം അങ്ങോട്ട് പോകുന്നത് ഇത്തിരി ടാസ്ക്കാണ്. നല്ല ബ്ലോക്കായിരിക്കും റോഡൊക്കെ. അതുകൊണ്ടാണ് ആ ഒരു സമയത്തിന് ഇറങ്ങി. പയ്യെ പോവാം. എപ്പം നോക്കിയാലും ഡിലേ അടിക്കുന്ന ഒരേ ഒരു ജംഗ്ഷൻ കോഴിക്കോടിൽ മാവൂർ ജംഗ്ഷൻ. നമ്മളിപ്പോൾ കറൻ്റ്ലി വെള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളെ മീഡിയ വണ്ണൊക്കെ ഉള്ള അന്ന് നമ്മൾ പോയില്ലായിരുന്നു ഒരു മലേൻ്റെ മേലെ സൺറൈസിന്. അപ്പോൾ ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. നല്ല മഴക്കാറൊക്കെ കാണുന്നുണ്ട്. വെയിലൊന്നുമില്ല കേട്ടോ, തീരെ വെയിലില്ല. മഴക്കാറ് നല്ലപോലെ കാണുന്നുണ്ട്. കുറ്റിക്കാട്ടൂരാണ്. കുറ്റിക്കാട്ടൂർ എത്തിയപ്പം നമുക്ക് നല്ലൊരു തണലൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടി. വഴി നോക്കിയാൽ നൈസല്ല. ഇങ്ങനത്തെ റോഡൊക്കെ ആക്ച്വലിക്ക് ഭയങ്കര ലൈക്ക് കേട്ടോ. കാരണം നല്ലൊരു പ്ലസൻറ്റ് ഫീലാണ് ഇവിടെ. ഈശ്വരാ, മഴയൊന്നും പെയ്യല്ലേ, ഈ പ്ലസൻറ്റിൽ തന്നെ അങ്ങ് നിന്നാൽ മതി. ഞാനതെന്തോ എടുക്കാൻ വിട്ട പോലെ. അപ്പോഴാണ് കാര്യം മനസ്സിലായി, റെയിൻ കോട്ടാണ് എടുക്കാൻ വിട്ടതെന്ന്. ഞാൻ ലെഫ്റ്റിലോട്ട് നോക്കിയപ്പോണ്ട് ഒരു ചെറിയൊരു വഴി. ആ വഴിയിലൊന്ന് കയറി നോക്കാം പറ്റുമോ. അവിടേക്ക് നമുക്ക് ബൈക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. നോക്കട്ടെ, നോക്കി നോക്കാം. പിന്നല്ല, ഇവിടെ എന്തോ കാര്യമായിട്ട് പൈപ്പ് ലൈൻ്റെ പണി കിടക്കുന്നുണ്ട്. അയ്യോ, കഴിക്കുക വണ്ടി വീണ്ടും പണിയായില്ലേ ഈശ്വര. നല്ല സ്ലഷിയാണ്. സ്ലഷി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഞാൻ വീണില്ല ടൈപ്പ് ഓഫ് സ്ലഷിയാണ്. ഓ പൊളി. നമ്മൾ ആക്ച്വലി ഒരു കുളക്കടവിലാണ് എത്തിക്കുന്നത്. ഇവിടെ നിർത്താം, അടിയിലോട്ടൊന്നും ഇറക്കുന്നില്ല. അത്ര ഹമ്പാവൊന്നും എനിക്കില്ല. റെക്കോർഡിംഗ് അല്ലേ? മാറിപ്പോയനെ. വണ്ടീൻ്റെ കോലം നോക്ക്. ഓയ്യോ, കംപ്ലീറ്റ് ട്രാക്ഷൻ ലോസ്റ്റാണ്. അത്രയ്ക്ക് കട്ട ചളിയാണ് അവിടെ. ഇത് പൈപ്പ് ലൈൻ എന്താ, വാട്ടറിന് എന്തോ പൈപ്പ് ലൈൻ എന്തോ പോകുന്ന വഴിയാണ്. നോക്കി വെക്കാം. അയ്യോ, ഉണ്ട്. ഇവിടെ എന്താ അലക്കുന്ന ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് മിക്കവാറും, സ്വാഭാവികം. അയ്യോ, വെള്ളമൊക്കെ ഉണ്ട്. എൻ്റെ മോനെ എത്ര മീനാടാ. പൊളിയല്ലേ, സെറ്റ് സ്ഥലം. പക്ഷെ നൈസ് സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും നമ്മളെ വഴിയിലോട്ട് പോകാം. ഇതുപോലെ ഓരോ വഴി കാണുമ്പോൾ ഞാൻ നിർത്തും. ഞാൻ ലോങ് റൈഡ്, ഞാനിപ്പോൾ ഗോവ റൈഡ് സോളോ പോകുമായിരുന്നെങ്കിൽ, ലുക്ക് ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ മാൻ. സോളോ പോകുമായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലത്തെ വഴി കൂടെ ഒക്കെ പോവും. ആ വീടെന്നാണോ നോക്കി നോക്കിയാലോ. അവിടെ പോയിക്കല്ലോ, ലെറ്റ്സ് ഗോ. എനിക്കറിയില്ല. അയ്യോ, ചെവി വീണു ബോയ്സ്. ഇവിടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ചുമ്മാ പോയി നോക്കുകയാണ്. കുഴി ഉണ്ടെങ്കിൽ കുഴി കിടക്കും. ആരെയോ പറമ്പാന്ന് തോന്നിട്ടോ. ആരെയോ പറമ്പാടാ, പ്രത്യേകിച്ചൊന്നുമില്ല. ആരെയോ പറമ്പിലോട്ടുള്ള വഴിയായിരുന്നു. പക്ഷെ വഴി നോക്കിയാൽ പൊളിയില്ലേ. ഞാൻ കുറച്ച് ബാക്കോട്ടിരിക്കുക, നിങ്ങൾക്ക് ആ ഒരു വ്യൂ കിട്ടണമെങ്കിൽ. ഓ മൂഡ്. ഇവിടെ വന്നിട്ടൊരു പിക്ക് എടുത്തില്ലെങ്കിൽ മോശമല്ലേ. വെൽക്കം ടു മാവൂർ ബോയ്സ്. ക്രോസ് ചെയ്യരുത്. വെൽക്കം ടു മാവൂർ. മാവൂർ ഈസ് ആക്ച്വലി പ്രിറ്റി ബ്യൂട്ടിഫുൾ പ്ലേസ്.
ഇതുപോലെ ഇങ്ങനെ നൈസായിട്ടുള്ള സ്ഥലം. ഞാൻ അവിടേക്ക് അന്നൊരു ദിവസം വണ്ടി ഇറക്കിയായിരുന്നു പണ്ട് എൻ്റെ സ്പ്ലെൻഡറിൽ. വലിയ സെയിം നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ ഒന്നുമില്ല. ഇറങ്ങുന്നു, പുറത്തേക്കൊരു എന്താ പറയുക, വേണമെങ്കിൽ ഞാൻ വരുമ്പം ഒന്നുകൂടെ ആ വഴിയിലോട്ട് പോവാം, സീനില്ല. ഓഹോ, എൻ്റെ പൊന്ന് ബ്രോ, ഓഫാക്കാൻ തോന്നില്ലല്ലോ. മാവൂർ ആക്ച്വലി നൈസായിട്ട് ഞാൻ ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ പണ്ട്. അതും ചുമ്മാ അതുപോലെ റോഡ് കൂടെ കയറി ഇറങ്ങി എസ്കേപ്പ് ഇട്ട് അത്രേ ഉള്ളൂ. ഒരുപാട് ഫുട്ബോൾ ഗ്രൗണ്ട്സ് ഉണ്ട്, ഫുള്ള് വയൽ പ്രദേശം, അങ്ങനത്തെ ഒരു മൂട് സ്ഥലമാണ് മാവൂർ. ചെറിയ സ്ഥലമാണ് പക്ഷേ അടിപൊളി സ്ഥലമാണ്. കലപ്പള്ളിപ്പാലം, കൽപ്പള്ളി അല്ലേ, കൽപ്പള്ളി. ഓക്കെ, നല്ല നല്ല ചായക്കടയൊക്കെ ഉണ്ട്, നമുക്ക് നോക്കട്ടെ. രണ്ടരയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വളരെ പയ്യാണ് പോയത്. പോണ വഴി എല്ലാ സ്ഥലവും നോക്കി, അല്ലറ ചില്ലറ സ്ഥലത്തൊക്കെ കയറി അങ്ങനെയാണ് പോയത്. സോ ഇനിയിപ്പം 6 കിലോമീറ്ററാണ് കാണിക്കുന്നത്, 12 മിനിറ്റ്. ഗൂഗിൾ ആൻഡ് പറഞ്ഞാൽ പിന്നെ അതിനൊരു മറുവാക്കില്ലല്ലോ. സോ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പാലം കയറണോ? പാലം കയറണം. ലുക്ക് അറ്റ് ദാറ്റ്. പൊളിച്ചില്ലേ? ഞാനിപ്പോൾ നോക്കി പോയാൽ ഇത് തട്ടി വരും. നോക്ക് 100-110 പോയി വരാം. ഇത് നമ്മളെ മറ്റേ ആ സ്ഥലം ഏതായിരുന്നു? അയ്യോ, നമ്മളന്ന് വന്നായിരുന്നു ഇവിടെ. അയ്യോ, മറന്നേ, പേര് മറന്നേ. ഇപ്പോഴത്തേക്കൊക്കെ അവന്മാരൊക്കെ വരും. അവിടേക്ക് പേര് നോക്കിക്കാട്ടെ. മുറിഞ്ഞമാട്, അതന്നെ മുറിഞ്ഞമാട്. അപ്പോൾ നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടില്ല മുറിഞ്ഞമാട്. നമ്മൾ വരുന്ന വഴി ആ ഒരു വലിയ അടിപൊളി വ്യൂ കാണും. ആ വ്യൂവിൻ്റെ അവിടുന്ന് ഇവിടേക്ക് റൈറ്റിലോട്ടൊരു വഴി എന്നാണ് ഗൂഗിൾ ആൻഡ് കാണിക്കുന്നതെന്ന് നോക്കിക്കാട്ടെ. അതന്നെ വഴി തന്നെ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് റൈറ്റിലോട്ടൊരു വഴി കാണാം. ഒരു പള്ളിയൊക്കെ ഉണ്ട്, സൽഫി മസ്ജിദ് എന്നുണ്ട്. അതിൻ്റെ അടുത്തേക്കുള്ള റോട്ടിൽ കൂടെ കയറും. എന്നിട്ട് എനിക്കറിയില്ല, എന്നിട്ട് ഞാനും പോയി നോക്കട്ടെ. എന്നോട് അങ്ങനെ വന്നിട്ടില്ല. എൻ്റെ അമ്മോ, എടാ വണ്ടി എവിടെ എടുത്ത? താഴെ വെക്കണം അല്ലേ? അപ്പം അവിടെ കയറൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് പ്രൈവസി ഇഷ്യൂ. അവിടെ കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു. അതാ ഞാൻ പിന്നെ എൻ്റെ പൊന്നെ ഈ കുത്തനുള്ള കയറ്റം ഞാൻ കയറണോ? ഈശ്വര, ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എവിടെയാ അത് വെക്കുക? എടാ വണ്ടി എവിടെയാ വെക്കുക? ഇവിടെ സ്ഥലം ഉണ്ടോ? ഇല്ലല്ലേ. നിങ്ങളെങ്ങോട്ട് വന്നാ? പാർക്കിംഗ് സീനാണുള്ളതേ. ഒറ്റത്തന്നെത്തി പാർക്കിംഗ് നല്ല ഇഷ്യൂ ആണ്. അവിടെ സീനാണ് പാർക്കിംഗ് ചെയ്യാൻ. കുറച്ചൊന്നുമല്ല, നല്ല സീനാണ്. ഇവിടെ ചേർത്താം, നോക്കാം. ഹീറ്റാവും ഇപ്പം, എടുത്ത് വലിച്ചെറിയ. കിട്ടി. വരുന്ന വഴി അവിടെ അങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. തീർന്നിക്കണേ ഞാൻ ആ കയറ്റം കയറിയപ്പം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടേക്ക് വണ്ടി കയറ്റാൻ പാടില്ല, കാരണം അവിടെ വീടൊക്കെ ഉള്ളതാണ്, സ്കൂളുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സീനൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും. അപ്പോൾ എന്തായാലും വണ്ടി താഴെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഈ ഒരു നീല ബിൽഡിങ് കാണാം. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടോ? ആ വഴി ഇതിങ്ങനെ അങ്ങ് കയറുക. അത്രമാത്രം കയറണമെന്നില്ല. ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് ഞാൻ നേരെ കാണുന്ന എൻ്റെ എൻട്രൻസ് ആണ്. വളരെ പെട്ടെന്ന് എത്തി. പക്ഷേ നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ എൻ്റെ പൊന്നളിയ താഴെ കിടക്കും. കഴിഞ്ഞ പ്രാവശ്യം അധികം ആൾക്കാരും വന്നപ്പം അവിടെയാണ് പാർക്ക് ചെയ്തത്. ഇപ്പോൾ അവിടേക്ക് വണ്ടി ഇറക്കുന്നില്ല, എന്താ അറിയില്ല.
നാട്ടുകാർ സീൻ മാൻ. ക്യാമറ ആണോ? കട്ട് ചെയ്യണോ? എന്നാ പോക്കോ. വെയിലുണ്ടോടാ? കുറച്ച്. ഓക്കെ. ഇത് നമ്മളെ കണ്ണൂരിലുള്ള മറ്റേ മലയല്ലേ, പൈതമലയോ ഏതായിരുന്നു, അവിടേക്കുള്ള എൻട്രി പോലെയാണ്. എക്സാക്ട്ലി ദ സെയിം. സോ ഇവിടെ നിന്ന് നമുക്ക് മുറിഞ്ഞുമാട് കാണാം കേട്ടോ. ഞാൻ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വർത്ത് ഇറ്റ്. അധികം വെയിലാണെങ്കിലും സീനൊന്നുമില്ല. കാരണം ഇവിടുത്തെ ആൾക്കാർ കുറച്ച് ബൂസിനസ് മൈൻഡ് ആയതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നടന്നു വരുമ്പം ദേ ആ മരത്തിൻ്റെ അടിയിൽ ഒരു ചേച്ചി നിൽക്കണ്ടാവും. 20 റുപ്യ എന്തോ കൊടുത്താൽ മതി, മറ്റേ സാധനം കിട്ടും. എന്ത് നല്ല തണുപ്പുള്ള സർബത്ത് കിട്ടും. അപ്പം അത് ആക്ച്വലി നല്ലൊരു തോട്ടാട്ടോ. ഇവിടുത്തെ നാട്ടുകാരന് അധികം വലിയ ചിലവൊന്നുമില്ല. സർബത്ത് മേടിക്കുക, എത്ര ആൾക്കാർ വരും. കോളേജ് പിള്ളേർ തന്നെ ഇപ്പോൾ ഒരു 10-20 എണ്ണം വന്നു കഴിഞ്ഞാൽ സെറ്റായില്ലേ. അപ്പം അത് ആക്ച്വലി നൈസാണ്. 3 മണിയായി. ഇനിയിപ്പോൾ എന്തായാലും ഈവനിങ് ടൈം ആകുമ്പോൾ ആൾക്കാർ കൂടും. നമ്മളിത് എവിടെ നിന്ന് ഇരുന്ന് അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി. അധികം വെയിലൊന്നുമില്ല, സൈക്കബിളാണ്, അൺസൈക്കബിളൊന്നുമില്ല. അപ്പം പുള്ളിക്കാരവിടെ ഉള്ളതാണ്. ഇഷ്ടംപോലെ കോളേജ് ചെക്കന്മാരുണ്ട്, എല്ലാവരും ചില്ലിങ് സ്പോട്ടാന്നൊക്കെ. നമ്മൾ പൊൻകുന്നൊക്കെ പോലെ ആ ഒരു മൂഡ് പിടിച്ച് വരാം. കൊടുവള്ളി. ഓക്കെ. ഇഷ്ടപ്പെട്ടൊരു മതിലൊക്കെ. അമ്മേ, ഇതാണ് വ്യൂ. പക്ഷേ കയറാൻ അതാരെ കാട്ടിനുള്ളത്. അപ്പം ഇതാണ് വ്യൂ. അത്രമാത്രം ഹെവി ആയിട്ട് കയറാൻ മാത്രമൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് മലകളുണ്ട്, ഒരുപാട് അൺഎക്സ്പ്ലോർഡ് മലകളുണ്ട്. എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഇവിടെ ടെൻ്റ് അടിച്ചിരിക്കേണ്ടി വരും. നൈസാണ്. അവരവിടെ ഫോട്ടോ എടുത്ത് ചില്ലേട്ടാ. നമുക്ക് മെല്ലെ നീങ്ങാം. തൂക്കിയാ സ്പോട്ടൊക്കെ ഇതിലൂടെ ഇറങ്ങാം. മറ്റേലൂടെയും പോയി. എനിക്ക് മര്യാദയ്ക്ക് മറ്റേലൂടെ പോയാൽ മതി. ഇനി സ്ഥലമൊക്കെ നോക്കിയാൽ ചെറിയ ചെറിയ ഉള്ളോട്ടുള്ള സ്ഥലം പൊളിയാണ്. ഇവിടെ വേറൊരു സ്പോട്ട്. എൻ്റെ മുഖത്ത് ഇറങ്ങി പോവാണല്ലോ. ഈ സൈഡിൽ ആരൊക്കെ ഇരിക്കണേ കണ്ടായിരുന്നു. എവിടെ പോയി? അവരെ കാണാനില്ല. കുഴപ്പമില്ല. ഇത് ലൈക്ക് മല ഇങ്ങനെ പരന്ന് കിടക്കുക, നീണ്ടു നിവർന്ന് കിടക്കുന്ന മല എന്നൊക്കെ പറയില്ലേ, അതെന്ത് മലയാ. ഓക്കെ. സത്യം പറയുന്നത് നമുക്ക് ആ വഴി കൂടെ വണ്ടിക്ക് എടുത്ത് വരാൻ പറ്റിയായിരുന്നു, പൊളിച്ചായിരുന്നേനെ, നൈസായിരുന്നേനെ. അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വേസ്റ്റൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ കൂടിയതാണ് അവൻ പറഞ്ഞ ചങ്ങയല്ല, നേരത്തെ കണ്ടവൻ ആക്ച്വലി ഇവിടുത്തെ ആളാണ്. എന്താ കണ്ടോ. അപ്പം ഒന്നെങ്കിൽ സാധനം എടുത്ത് സ്വന്തം ബാഗിലിട്ട് വീട്ടിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ ഒരു കുഴി കാണുന്നുണ്ട്, എല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് വെച്ച് അതിൻ്റെ അകത്ത് ഒറ്റ സ്പോട്ടിൽ തന്നെ ഇട്ട് വെക്കാം. എന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ വെക്കാം. അതല്ലാതെ അവിടെ ഇവിടെയും വലിച്ചിടുന്ന് വൻ ബോർ പരിപാടിയാണ്. അപ്പോൾ വോയിസ് ഞാൻ എന്തായാലും നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാണ്. നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, കുറച്ചും കൂടെ ഇരുന്നാലോ. ഞാൻ അത്ര നേരം ഇരുന്നിട്ടൊന്നുമില്ല. വന്ന പാടുന്ന സംസാരം തന്നെയാണ്. വേണം കുറച്ച് ഇവിടെ ഇരിക്കുക അല്ലേ, എന്നിട്ട് എസ്കേപ്പ് ചെയ്യാം. എൻ്റെ മോനെ, അതൊക്കെ കാണുമ്പോഴാണ് സ്കൂൾ ഡേയ്സൊക്കെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ചുമ്മാ ബെല്ലൊക്കെ അടിച്ചിരിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ കുത്തിരിക്കുന്നത് ഒന്നും മുതലാക്കാതെ യൂസ് ഐ ആം ഇൻട്രോവേർട്ട്. സോ ഇപ്പോഴാണ് അതിൻ്റെ വിഷമമൊക്കെ മനസ്സിലാകുന്നത്. ഗായ്സ്, സ്കൂളിലും കോളേജിലുള്ളവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, യു വിൽ നെവർ ഗെറ്റ് യുവർ പാസ് ബാക്ക് മാൻ. സോ എൻജോയ് യുവർ ലൈഫ്. ഒരിക്കലും സ്കൂളിൽ പോകരുത്, സ്കൂളിൽ പോകാനില്ല, മടിയായിരിക്കരുത്, ക്ലാസ്സിൽ പോവുക, എൻജോയ് ചെയ്യുക. ഒരു വഴി കണ്ട് ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കാം. കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റില്ലെങ്കിലും പെടും, പക്ഷെ എന്നാലും നോക്കാം. നത്തിങ് ഈസ് പെർഫെക്റ്റ് അൺടിൽ യു എക്സ്പെരിമെൻറ്റ് ദാറ്റ്. ഓ വിളിച്ചില്ലേ? പൊളി സ്ഥലം. ചുമ്മാ വന്ന് നോക്കിയതാ പോണ വഴി. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് എസ്കേപ്പ് ഇടാം. ഓ, ലുക്ക് അറ്റ് ദ പ്ലേസ് മാൻ. ഇതിൻ്റെ മോനെ പൊളിച്ച്. ലുക്ക് അറ്റ് ദാറ്റ്. ചെറിയൊരു സ്പോട്ടാണ്, അധികം ആൾക്കാരും ഇറങ്ങാത്തൊരു സ്പോട്ടാണ് ഇവിടെ. ഞാൻ ഇന്നവരാരും ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങുന്നത് കണ്ടിട്ടില്ല, ഒരു വീഡിയോയും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെ മാവൂർ പോണ വഴി ആ റോഡിന് ലെഫ്റ്റിലേക്ക്, കോഴിക്കോട് നിന്ന് മാവൂരിലോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റിലോട്ട് ചെറിയൊരു റോഡുണ്ട്.
ആ റൂട്ടിന് ഇറങ്ങിയാൽ മതി. ആ റൂട്ടിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ചെറിയൊരു പീസ് ചെറിയൊരു പീസ് സ്ഥലമുണ്ട്. നോക്കിയാൽ നൈസല്ലേ, പോലീസ് സ്പോട്ട്. അവിടെ ആ ഒരു ചെറിയ വീട് പോലത്തെ സാധനം നിങ്ങൾക്ക് കാണാൻ ഇറങ്ങുമ്പോൾ. എന്തായാലും ഞാൻ പോട്ടെ. പടച്ചവനെ ഇനി മേലോട്ട് കയറ്റാൻ പറ്റുമോ അറിയില്ല, നോക്കി നോക്കാം. GoPro will not do any justice, but that is steep. So bad steep. So anyway, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ദ വീഡിയോ, ലൈക്ക് ദ വീഡിയോ, ഫോളോ യൂട്യൂബർ, സബ്സ്ക്രൈബ്. സോ ബൈ. എൻഡിങ്ങും നല്ല അടിപൊളി വ്യൂവിലാണ്. എൻ്റെ മോനെ മാവൊരു രക്ഷയില്ല. ഇവിടെ ഒരു വീടെടുത്താലോ, ചെറിയൊരു കുടിലായാലും മതി. ഓക്കെ, എനിവേ ബൈ.